അച്ഛാ, നന്ദൻ എവിടെ? നന്ദൻ എവിടെയാന്നാ ചോദിച്ചേ? വേണ്ട, ഒന്ന് മാറുകിരി, എനിക്ക് ചോദിക്കണം. ഇതുവരെ നന്ദനെ കണ്ടുപിടിക്കാൻ പറ്റുമോ? അവനെ കാണാതായിട്ട് എത്ര ദിവസമായി? അവനെ കണ്ടെത്താൻ വേണ്ടിട്ട് അച്ഛൻ എന്തൊക്കെ ചെയ്തു പറ. രജനി, അത് നീ സാറിനോട് ചോദിക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ചുമ്മാതിരിക്ക് ഗിരി. വേറെ ആരും പറഞ്ഞെനിക്ക് കേക്കണ്ട, അച്ഛൻ പറഞ്ഞു കേക്കട്ടെ. പറ, എന്റെ അനിയൻ എവിടെയാ? നന്ദൻ ഉടനെ കണ്ടെത്തും. ഉടൻ കണ്ടെത്തുന്നോ? ഉടനെന്ന് പറയുന്നതിൽ കാലാവധി ഒന്നുമില്ലല്ലേ? രജനി, മതി. ബഹളം ഉണ്ടാക്കാനാ ഭാവെങ്കിൽ നമുക്ക് ഇപ്പൊ ഇറങ്ങാം. കാര്യങ്ങൾ ചോദിക്കുന്നത് ചിലർക്ക് ബഹളം ഉണ്ടാക്കുന്നതായിട്ട് തോന്നും, പ്രത്യേകിച്ചും കൃത്യമായിട്ട് മറുപടി ഇല്ലാത്തവർക്ക്. അച്ഛൻ ഇങ്ങനെ കതറിട്ട് മുനിയെ പോലെ ഇരുന്നിട്ട് കാര്യമില്ല. ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറ. നന്ദൻ എവിടെയുണ്ട്? രജനി, നിർത്താനല്ലേ നിന്നോട് പറഞ്ഞേ? ഗിരി, രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ടേ ഞാൻ തിരിച്ചുള്ളൂ. ഓ, വന്നല്ലോ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. കാറിൽ MLA യുടെ ബോർഡും വെച്ച് പുറകിലത്തെ സീറ്റിൽ വിശാലമായിട്ടങ്ങ് ചാരി കിടക്കാം. ചെന്നിറങ്ങിയ ഉടനെ അനുയായികളുടെ ജയ്വിളി, പോലീസിന്റെ സല്യൂട്ട് അടി, പത്രക്കാര്, സംഘടനക്കാര്, അങ്ങനെ തിരക്കോട് തിരക്ക്. ഇതിന്റെ ഇടയിൽ ഏത് ഭർത്താവ്, ഏത് ചന്ദ്രോത്ത്? എങ്ങനെ മന്ത്രിയാകുന്നായിരിക്കും ഇപ്പോഴത്തെ ഗവേഷണ വിഷയം. രജനി, നീ ഞങ്ങളെ പറഞ്ഞോ? പക്ഷേ ദേവിക മറ്റൊരിടത്തുനിന്ന് വന്ന പെൺകുട്ടിയാ. അല്ലച്ചാ, ഞാനും ഈ വീട്ടിലെ ആളാ. ചേച്ചി പറഞ്ഞോട്ടെ, ഞാൻ കേട്ടോളാം. അയ്യോ, ഭയങ്കര ഔദാര്യം. അവള് കേട്ടോളാന്ന്. നീ കേട്ടേ പറ്റൂ. ഞാൻ പറയാൻ തുടങ്ങുന്നേ ഉള്ളൂ. നന്ദന്റെ ഭാര്യ എന്നുള്ള നിലയ്ക്ക് നീ ഒന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. സ്ഥലം MLA അല്ലേ? ഈ ഇരിക്കുന്ന ചന്ദ്രോത്ത സിദ്ധാർത്ഥൻ എന്ന രാഷ്ട്രീയക്കാരനല്ലേ നിന്നെ MLA ആക്കിയത്? അതിന്റെ ഒരു നന്ദിയെങ്കിലും ഈ കുടുംബത്തോട് കാണിക്കാലോ. സാധാരണ ഒരു പൗരന് കിട്ടേണ്ട നീതി ജനപ്രതിനിധിയായ നിനക്ക് ഞങ്ങളോട് ചെയ്യാൻ പറ്റില്ലേ? അമ്മയുടെ കയ്യിലുണ്ട് കുഴപ്പങ്ങള്. ആ അരുന്ധതി ഇവിടെ വന്നു എന്നറിഞ്ഞു. അവരുടെ കരണക്കുറ്റി നോക്കി എന്താ ഒന്ന് കൊടുക്കാത്തത്? അടിച്ച് പല്ല് താഴെ ഇടണമായിരുന്നു. ചന്ദ്രോത്തിന്റെ അകത്ത് കയറിയ ആളായവര് ഇവിടുന്ന് തിരിച്ചു പോകാൻ പാടില്ലായിരുന്നു. മറ്റുള്ളവർക്ക് താല്പര്യമില്ലെങ്കിൽ ഞാനായിട്ട് പിന്നെ എന്തിനു ചെയ്യുന്നു എന്ന് ചിന്തിച്ചു. മറ്റുള്ളവരെന്ന് അമ്മ നോക്കി നിൽക്കണ്ട. അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് അമ്മ ചെയ്യണം. ഞാനുണ്ട് കൂടെ. രജനി, നിന്റെ ഈ ചാട്ടമൊക്കെ കണ്ട് ഞാൻ അടങ്ങി നിൽക്കുന്നത് പലതും ആലോചിച്ചിട്ടാ. നീ ഒന്ന് അടങ്ങി നിൽക്ക്. ഇനി ഇങ്ങനെ അടങ്ങി നിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അമ്മ പറയുന്ന നേരാ. നന്ദനെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെയോ മറയ്ക്കോ ഒളിക്കുകയോ ചെയ്യുന്നുണ്ട്. സിദ്ധു, എന്നോട് പറയണ്ട, നമ്മുടെ മോളോടെങ്കിലും പറയും. നന്ദൻ എന്താ സംഭവിച്ചത്? രജനി അവന്റെ കൂടപ്പുറപ്പല്ലേ? അറിയാൻ അവൾക്ക് അവകാശമില്ലേ? അമ്മേ, ഹരിയങ്ങൾ അന്വേഷിക്കല്ലേ? അയ്യോ, ഹരിയങ്ങളെന്നാ പോലീസ് ചേർന്നേ? പുളു അടിക്കുമ്പോ ദഹിക്കുന്ന പുളു പറയണേ. അവളുടെ ഒരു ഹരിയങ്ങള്. ജില്ലാ ജഡ്ജി ഹരിസാർ അങ്ങനെ പറ. മടിയിലിരുത്തിയല്ലേ പേരിട്ടത്.
രജനി, ഇനി നിന്റെ ഒച്ച ഇവിടെ പൊങ്ങരുത്. ഗിരി എന്താ ഈ കിടന്ന് ചാടുന്നേ? സ്നേഹം ഉണ്ടെങ്കിൽ ഗിരി എന്റെ കൂടെ നിൽക്കേണ്ട ആളല്ലേ? കഷ്ടം തന്നെ. രജനി, നീ ഓവറാക്കല്ലേ. ക്ഷമയ്ക്കൊരു പരിധിയുണ്ട്. നീ എന്നെ പറഞ്ഞോ, എത്ര വേണോ പറഞ്ഞോ, കേട്ടോളാം. ദേവികയും ഗിരിയൊന്നും നിന്റെ പ്രസംഗം കേട്ട് നിൽക്കേണ്ടവരല്ല. ഓ, അങ്ങാടി തോറ്റതിന് അമ്മയോട്. നന്ദനെ ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എന്നാ പിന്നെ ദേഷ്യമൊക്കെ കൂടെ എന്റെ മണ്ടയ്ക്ക് ഇരിക്കട്ടേന്ന് അല്ലേ? അതാവുമ്പോ പിന്നെ ആരും ഒന്നും ചോദിക്കൂലല്ലോ. രജനി, നിർത്താ നിന്നോട് പറഞ്ഞേ. പറഞ്ഞു എവിടേക്കാ നീ പോകുന്നത്? ഗിരീഷേ, ഒന്നും പ്രതികരിക്കണ്ട. അവൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞോട്ടെ, ചെയ്തോട്ടെ. ഞാൻ ചെയ്യാൻ പോകുന്ന എന്താന്ന് കാണിച്ചു തരാം. അമ്മ വന്നേ, ആദ്യം അവന്റെ മുറി ഒന്ന് പരിശോധിക്കട്ടെ. വാ അമ്മേ. അവനെ കണ്ടുപിടിക്കാൻ ആർക്കും ഒരു ഉത്സാഹമില്ല. ഗിരീഷേട്ടൻ ഇരിക്കേ. കുടിക്കാൻ ചായ എന്തെങ്കിലും എടുക്കട്ടെ ഗിരീഷേട്ടാ? ഏയ്, ഒന്നും വേണ്ട. ശരി. വേണ്ട കെവിൻ ചേട്ടാ, വേണ്ട, ഒന്നും പറയണ്ട. നന്ദേട്ടനെ കാണാതായിട്ട് ഇത്രയും ദിവസമായി. ഇതിനിടയിൽ നന്ദേട്ടനെ കണ്ടെത്താൻ കെവിൻ ചേട്ടൻ എന്ത് ചെയ്തു? ഒരു ചെറു പേരിലണിക്കോ? കോളേജ് മുതലുള്ള ഫ്രണ്ട്ഷിപ്പാ, ചങ്കാണ് കരളാണെന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് ഇപ്പൊ കെവിൻ ചേട്ടന്റെ കമ്പനിയിലെ പ്രധാനപ്പെട്ട ആള് കൂടിയാണ്. എന്നിട്ടും ഒരു താല്പര്യമില്ലാതെ നടക്കുന്നു. എന്റെ വാക്കിന് പുല്ല് വിലയുള്ളൂ. ഞാൻ പറയട്ടെ ശരി? വേണ്ട, കെവിൻ ചേട്ടൻ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. അന്വേഷിക്കുന്നുണ്ട്, ചില തെളിവുകൾ കിട്ടിയിട്ടുണ്ട്, അതൊക്കെയല്ലേ? ശരി, ഞാൻ പറയട്ടെ ശരി? വേണ്ടെന്ന് പറഞ്ഞില്ലേ? അങ്ങനെയുള്ള സ്ഥിരം ഡയലോഗുകൾ കേൾക്കണ്ട. ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളോടാ ഞാൻ ഇങ്ങനൊരു ആവശ്യം പറഞ്ഞ് കെഞ്ചുന്നേ. അയ്യോ, ഇങ്ങനെയൊക്കെ പറഞ്ഞെന്നെ ചെറുതാക്കല്ലേ ശാരികേ? ഇപ്പൊ ചെറുതായി ഇല്ലാതാകുന്നത് ഞാനല്ലേ? ഇത്രയൊക്കെ ഉള്ളൂ പ്രണയത്തിന്റെ ആഴം. ഞാനിന്ന് എന്തു പറഞ്ഞ നിന്നെ? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞ വാക്ക് പാലിക്കാൻ പഠിക്കണം. ഞാൻ കരുതി എന്നെ സ്നേഹിക്കുന്ന ആള് ഇങ്ങനൊരു സന്ദർഭത്തിൽ മറ്റെല്ലാം മറന്ന് എന്റെ കൂടെ നിൽക്കുമെന്ന്. കെവിൻ ചേട്ടനെ കൂടി നന്ദേട്ടനെ കണ്ടെത്തിയ അത് എനിക്ക് അഭിമാനമാണല്ലോ എന്ന് ഞാൻ കരുതി. സാധാരണ കാമുകന്മാര് ലവറിന് ഇതുപോലൊരാവശ്യം വരാൻ കാത്തിരിക്കുക, കാമുകിയെ സന്തോഷിപ്പിക്കാൻ. എനിക്ക് മനസ്സിലായി കെവിൻ ചേട്ടൻ എന്നെ ഇഷ്ടമല്ല എന്ന്. ശരി, നീ എങ്ങനെയൊന്നും പറയല്ലേ, എനിക്ക് വിഷമമാവും. എന്റെ വിഷമം പക്ഷേ കെവിൻ ചേട്ടൻ കാണുന്നില്ലല്ലോ. നന്ദേട്ടനെ പോലീസും മറ്റും അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ ആ അന്വേഷണം എവിടം വരെ എത്തുന്നുള്ളത് ഊഹിക്കാന്നല്ലേ ഉള്ളൂ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മളെ മനസ്സിലാക്കുന്ന ഒരാള് നമുക്ക് വേണ്ടി ഇറങ്ങുമെന്ന് പ്രതീക്ഷിച്ചു പോകുന്നത്. പക്ഷെ കെവിൻ ചേട്ടൻ എന്റെ മനസ്സ് കാണുന്നില്ല. പ്ലീസ് ശാരി, നീ വീണ്ടും വീണ്ടും എന്നെ വിഷമിപ്പിക്കല്ലേ. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കെവിൻ ചേട്ടന് സാധിക്കുമോ? ശരി, സത്യം പറഞ്ഞ നന്ദൻ എന്തു പറ്റിയെന്ന് എനിക്കറിയില്ല. ഞങ്ങളവനെ അന്വേഷിക്കുന്നുണ്ട്. ഞങ്ങളെന്ന് വെച്ചാ? ഞാനും ഫ്രണ്ട്സും. പക്ഷെ ഒരു സൂചനയും കിട്ടുന്നില്ല. ഞങ്ങൾ നന്ദനെ കണ്ടെത്തും ശാരി. കണ്ടുപിടിച്ച് ആദ്യം അറിയിക്കുന്നത് ശാരികയായിരിക്കും. ഉറപ്പാണല്ലോ? ഉറപ്പ്. എനിക്കത് കേട്ടാ മതി. അപ്പൊ ഞാൻ പോട്ടെ, വീട്ടിൽ അന്വേഷിക്കും. ശാരികേ, എന്താ കെവിനേട്ടാ? അല്ല, നമുക്കൊരു ഐസ്ക്രീം കഴിച്ചാലോ?
അയ്യോ തീരെ സമയമില്ല. എനിക്ക് വീട്ടിൽ ചെന്നിട്ട് കുറെ കാര്യങ്ങളുണ്ട്. എന്നാലേ നമുക്കൊരു കോഫി കുടിക്കാം. ഇപ്പൊ സമയമില്ല, പിന്നീടാവട്ടെ കെവിനേട്ടാ. ശരി എന്നാ. എനിക്കറിയാം അവള് പറഞ്ഞ കാര്യം സാധിച്ചു കൊടുക്കാത്തതിൻ്റെ ദേഷ്യമാണ്. എന്താ രജനി? ഏയ് ഒന്നുമില്ല. എന്താ ഡയറിയില്? എന്താന്ന്? എന്തിനിങ്ങനെ ഒരു ജീവിതം? മടുത്തു. എന്ത് ചെയ്യണം? ചുറ്റും കഴുകൻ കണ്ണുകളുമായി ആരൊക്കെയോ നിൽക്കുന്ന പോലെ. ജീവിതത്തെക്കുറിച്ച് ഇനി ഒരു പ്രതീക്ഷയില്ല. മോളെ കണ്ടില്ല അമ്മ, എല്ലാം കുഴപ്പത്തിലാവുമെന്ന് അവൻ അറിയായിരുന്നു. അതിനൊരു വിഷമായി എഴുതിയത്, ആത്മഹത്യക്കുറിപ്പ് പോലെ. അമ്മ അച്ഛനോട് പറ, പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാൻ. ഈശ്വര, നന്ദക്കടുകയൊന്നും ചെയ്യല്ലേ. സിദ്ധു, സിദ്ധു. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് സി പി സർ. സുഖാണല്ലോ അല്ലേ? അങ്ങനെ പോകുന്നു മാഡം. പിന്നെ ഒരു അപേക്ഷയുണ്ട്. മാഡം എന്നെ സാറെന്ന് വിളിക്കരുത്. മാഡം ഈ നാട്ടിലെ MLA അല്ലേ? എന്നെക്കാളൊക്കെ എത്രയോ മുകളിലായിപ്പോ. എന്നാലും സി പി സാർ എന്ന് വിളിച്ച് അതങ്ങ് പതിഞ്ഞുപോയി. പിന്നെ പേരിലും സംബോധനയിലും അല്ലല്ലോ കാര്യം. അരുന്ധതി മാഡത്തിന്റെ കമ്പനിയിലെ സ്റ്റാഫായിരുന്ന എന്നെ സാർ ദേവിക എന്ന് വിളിച്ചിരുന്നു. ഇപ്പൊ അതിന് മാറ്റം വന്നല്ലോ. അതെ അതെ മാഡം. നന്ദന്റെ കാര്യം എന്തായി? എവിടെ ഉണ്ടെന്നെങ്കിലും സൂചന കിട്ടിയോ? എവിടെയുണ്ടെന്ന് അറിയില്ല, പക്ഷെ ആപത്തൊന്നും കൂടാതെ എവിടെയോ ഉണ്ടെന്നുള്ളത് ഉറപ്പാ. നന്ദു ചില ഉദ്ദേശങ്ങളോടെയാ വീട് വിട്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് പറയാനാ ഞാൻ സി പി സാറിനെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്. എന്താ മാഡം? നന്ദുവിന്റെ മിസ്സിങ്ങിനെ തുടർന്ന് നന്ദുവിന്റെ അലമാരയും ഡയറിയും ഒക്കെ പരിശോധിച്ചു. എന്തെങ്കിലും സൂചനകൾ കിട്ടുമോന്നറിയാൻ. ഡയറിയിൽ ഒരു കുറിപ്പ് കണ്ടു. എന്താണ് മാഡം? കുറെ പേരോട് പകരം വീട്ടാനുണ്ടെന്ന് ആ കുറിപ്പിൽ എഴുതിയിരുന്നു.
അത് സത്യമാണോ? അതില് പ്രധാനമായൊരു പേര് ആരുടെയാണെന്നറിയോ? ആരുടെ മാഡം? അരുന്ധതി മാഡത്തിന്റെ. അല്ല മാഡം, അത് അരുന്ധതി മാഡത്തെ കൊല്ലുമെന്ന്. സത്യമാണോ മാഡം? സത്യം. ഈ വിവരം എത്രയും പെട്ടെന്ന് മാഡത്തെ അറിയിക്കണം. ഞാൻ വിളിച്ചു പറയുമായിരുന്നു, പക്ഷേ അന്നത്തെ തർക്കത്തിന് ശേഷം മാഡത്തിന് എന്നോട് പരിഭവമുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ജാഗ്രതയോടെ ഇരിക്കാൻ അരുന്ധതി മാഡത്തെ അറിയിക്കണം. ഞാൻ ഇപ്പൊ തന്നെ അറിയിക്കാം മാഡം. നന്ദന്റെ നീക്കങ്ങൾ എന്തെങ്കിലും അറിയുകയാണെങ്കിൽ അതൊന്ന് വിളിച്ച് പറയണേ. അരുന്ധതി മാഡത്തെ സുരക്ഷിതമായ ഏതെങ്കിലും താവളത്തിലേക്ക് മാറ്റാനാ. അതൊക്കെ ഞാൻ കൃത്യമായിട്ട് അറിയിച്ചോളാം CP സർ. ഞാനിന്നാ പെട്ടെന്ന് തന്നെ മാഡത്തെ കാണട്ടെ. മാഡം, ചോദിക്കുന്നുണ്ട് തെറ്റിദ്ധരിക്കരുത്. എന്താ CP സർ? ആ കുറിപ്പിൽ മറ്റാരെങ്കിലും പേരെഴുതിയിട്ടുണ്ടോ? പേടിക്കണ്ട, CP സാറിന്റെ പേരില്ല. ഓ, ഓഫീസില് വല്ലാതെ കഷ്ടപ്പെടുത്തിയെന്ന് ഏതൊരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. പക്ഷേ മറ്റാരുടെയും പേര് പറയുന്നില്ല. അന്ന് ഞാൻ സ്നേഹം കൊണ്ടായിരുന്നു മാഡം നന്ദനെ ശാസിച്ചത്. ഒക്കെ അറിയാം. CP സർ ചെല്ല്. എന്നാ ശരി മാഡം. ബെല്ല, ഇതാണോ ഉടൻ വരാമെന്ന് പറഞ്ഞു പോയിട്ട് എത്ര സമയമായടാ? എവിടെയായിരുന്നു നീ ഇതുവരെ? ഒരു സമാധാനം ഇല്ലാതെ ഞാൻ ഇവിടെ നിൽക്കുന്നേ. അതിനിടയ്ക്ക് നീ ആരെ കാണാനാ പോയേ? നീ ഇങ്ങനെ ചൂടാവാതെ. പിന്നെ ചൂടാവാതെ? ഇവിടെ നന്ദനെ കുറിച്ച് യാതൊരു അറിവുമില്ല. ഇനി അങ്ങോട്ട് എങ്ങനെയാന്നുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യണം. അറിയാലോ, ഒറ്റയ്ക്കിരുന്ന് എനിക്ക് ഭ്രാന്ത് പിടിക്കും. എന്റെ ബെല്ല, നന്ദനെ കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. ആരോട് അന്വേഷിക്കാൻ? എവിടെ അന്വേഷിക്കാൻ? എന്നിട്ട് അന്വേഷിച്ചിട്ട് എന്തായി? എന്തെങ്കിലും സൂചന കിട്ടിയോ? എവിടെ? വെറുതെ മനുഷ്യനെ കളിയാക്കാൻ. ഒരു സൂചന കിട്ടി. എന്ത് സൂചന? എന്താന്ന് വെച്ചാ, ചന്ദ്രോത്തുള്ളവർക്കോ നന്ദനുമായി ബന്ധപ്പെട്ട മറ്റുള്ളവർക്കോ നന്ദനെ കാണാതായതിൽ പങ്കൊന്നുമില്ല. ഈ അറിവ് നിനക്ക് എവിടെന്നാ കിട്ടിയേ? അതാദ്യം പറ. അരുന്ധതി ചന്ദ്രോത്ത് പോയിട്ട് അവനെ കാണാത്തത് വെച്ചിട്ടാണോ? അതൊന്നുമല്ല, ആ കുടുംബവുമായി അടുത്ത ബന്ധമുള്ള ഒരാൾ പറഞ്ഞതാ. ഏതാള്? ആളുടെ പേരൊന്നുമില്ല. ആ ആളെ പേര് പറഞ്ഞെന്ന് നിനക്കറിയില്ല. എടാ, എനിക്കറിയാത്ത ആരാ ചന്ദ്രോത്തുള്ളേ? പറ. അവരുടെ അടുത്ത ബന്ധുവിൽ നിന്ന് കിട്ടിയ വിവരമാ. കൃത്യമായിട്ടുള്ള കാര്യമാ, സംശയിക്കണ്ട. എനിക്കിപ്പോ തോന്നുന്നത് നമ്മൾ നേരത്തെ സംശയിച്ച പോലെ നന്ദനായിട്ട് തന്നെ എങ്ങോട്ടോ മാറിയെന്നാ. ഹേ, അല്ല. ഋഷിയെ കൊന്ന കാര്യം തുറന്നു പറഞ്ഞിട്ട് നിൽക്കുന്നവനാ നന്ദൻ. അതുകൊണ്ട് തന്നെ അവൻ ഇനി ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ജയിലിൽ പോവാനും തയ്യാറായി നിൽക്കുക എന്നല്ലേ പറഞ്ഞത്. അവൻ ഒളിച്ചു പോവില്ല. കുടുംബത്തെ വിഷമിപ്പിച്ചിട്ട് മാറി നിൽക്കുകയില്ല. ഓക്കെ, നീ പറയുന്നതൊക്കെ സമ്മതിച്ചു. അങ്ങനെ അവനെ മറ്റാരെങ്കിലുമാണ് മാറ്റി നിർത്തിയതെങ്കിൽ അതാരാണെന്ന് അന്വേഷിക്കാം. പക്ഷെ ഒരിക്കലും ചന്ദ്രോത്തുകാരെ സംശയിച്ച് സമയം കളയണ്ട. എന്തായാലും ശരി, നന്ദനെ കണ്ടുപിടിച്ചേ പറ്റൂ. എനിക്കവനെ വേണം. അവന് വേണ്ടിയാ ഞാൻ ഇത്രയും കാലം കാത്തു നിന്നതും ഇതൊക്കെ ചെയ്തു കൂട്ടിയതും. എന്നിട്ട് അവസാനം ഇല്ല, ഇല്ല, അവനെ എങ്ങോട്ടെങ്കിലും പോവാനായിട്ട് ഞാൻ വിടില്ല. അവൻ ജീവിക്കുന്നത് എന്റെ കൂടെ ആവണം.
വാ പ്രഭ കുഞ്ഞെ. ആന്റി, അത് ശരി, ആന്റിയുടെ കൂടെയാണോ അമ്മ പോയത്? അല്ല, എവിടെയാ അത്യാവശ്യപ്പെട്ട് രണ്ടുപേരും കൂടെ പോയിരുന്നെ? പ്രഭ കുഞ്ഞിന് വേണ്ടി പോയതാ, ഒരു ജോൽസിനെ കാണാൻ. ആളെ കണ്ടു. ജോൾസിനെ കാണാനോ? മനസ്സ് കൈവിട്ടിരിക്കുന്ന അവസ്ഥയിൽ നമുക്കൊരു പിടിവെള്ളി വേണ്ടേ മോളെ? ആശ്വാസം തോന്നിക്കുന്ന ഏതിലും നമ്മളങ്ങ് വിശ്വസിച്ചു പോവും. നന്ദന്റെ ഡയറിയിൽ നിന്ന് രജനിക്കൊരു കുറിപ്പ് കിട്ടി. അത് കണ്ടത് മുതൽ മനസ്സിലൊരാധിയ. ജോൽസിനെ കണ്ടപ്പോ ചെറുതായിട്ടൊന്ന് തണുത്തു. കുഞ്ഞ് കയറിയിരിക്കേ. കുഞ്ഞിന് കുടിക്കാൻ ചായ എടുക്കട്ടെ? ഇപ്പൊ ഒന്നും വേണ്ട ഭാർഗവി. മുരളി ഇവിടെ ജോലിക്ക് പോയോ? ഇല്ല, ഇന്ന് പോയില്ല. ദേ അകത്തുണ്ട്, ഞാൻ വിളിക്കാം. ആന്റി കയറിയിരിക്കെ. മുരളീട്ടാ, ദേ പ്രഭാന്റി വന്നിട്ടുണ്ട്. എന്താ, എന്തെങ്കിലും പറഞ്ഞോ? നന്ദന്റെ കാര്യ. അമ്മയായിട്ട് പുറത്തു പോയിരിക്കായിരുന്നില്ലേ? ദേ മുരളീട്ടനെ അന്വേഷിക്കുന്നുണ്ട്. നീ വാ. ചായയോ കാപ്പിയോ എടുക്കാം, അല്ലെങ്കിൽ നാരങ്ങ വെള്ളം എടുക്കാം. കുറച്ച് കഴിയട്ടെ ഭാർഗവി. ആന്റി. ആ മുരളി, മുരളി നിന്റെ കൂട്ടുകാരനെ കുറിച്ച് ഒരറിവും ഇല്ലല്ലേടാ. ആന്റി വിഷമിക്കാതെ, അന്വേഷണം നടക്കുകയല്ലേ, ഫലം ഉണ്ടാവും.